ഹരേ കൃഷ്ണ. തുലാഭാരം എന്നത് കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും നടത്തുന്നൊരു വഴിപാടാണ്. എല്ലാവർക്കും, പ്രായഭേദമന്യേ എല്ലാവർക്കും, എല്ലാ വിശ്വാസികൾക്കും ഈ തുലാഭാരം നടത്താവുന്നതുമാണ്. ഒരുപാട് ക്ഷേത്രങ്ങളിൽ തുലാഭാരം നടത്തുന്നുണ്ടെങ്കിലും ഗുരുവായൂരപ്പന് തുലാഭാരം നടത്തുന്നത് വളരെയധികം പ്രസിദ്ധി ആർജിച്ചതാണ്. ഒരു തുലാഭാരത്തിലൂടെ എന്താ വിചാരിക്കുന്നത്? ഒരു ഭക്തൻ തന്നെ സ്വയം ഈശ്വരന് സമർപ്പിക്കുന്നു എന്നാണ് അതിനെക്കുറിച്ച് അർത്ഥമാക്കുന്നത്. ആദ്യമായി തുലാഭാരം നടന്നത് ശ്രീകൃഷ്ണനാണ്. ആ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ്. ആ തുലാഭാരം രുക്മിണി ദേവിക്ക് കൃഷ്ണനോടുള്ള അതിരില്ലാത്തതും കലർപ്പില്ലാത്തതുമായ സ്നേഹവും ഭക്തിയും ഒക്കെയാണ് കാണിക്കുന്നത്. അതിനാൽ ഭഗവാന് സ്നേഹത്തോടെയും ഭക്തിയോടെയും സമർപ്പിക്കുന്ന എന്തും സ്വീകരിക്കപ്പെടുമെന്നുള്ളൊരു ഉദ്ദേശലക്ഷ്യം സാധ്യമാവുകയും ചെയ്യുമെന്നാണ് ആ ഒരു ഐതിഹ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തോട് ചേർന്നിരിക്കുന്ന സ്ഥലത്താണ് ഈ തുലാഭാരം നടത്തുന്നത്. ഗുരുവായൂരപ്പന് മുമ്പിൽ തുലാഭാരം നടത്തുന്നതിന് പ്രത്യേകിച്ച് സമയക്രമങ്ങളൊന്നും തന്നെയില്ല. നട തുറന്നിരിക്കുന്ന ഏതൊരു സമയത്തും നമുക്കത് നടത്താവുന്നതാണ്. അതേപോലെ അത് മുൻകൂട്ടി ഷീട്ടാക്കേണ്ട കാര്യവുമില്ല. ഇവിടെ വരുന്ന സമയത്ത് ഇവിടെയുള്ള ദ്രവ്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ അപ്പോൾ മാത്രം ഷീട്ടാക്കിയാൽ മതി. അതല്ല ഭഗവാൻ ഉണ്ടാക്കുന്ന പാൽപ്പായസം, നിവേദ്യം എന്നിവയാണ് തുലാഭാരത്തിന് ഉപയോഗിക്കുന്നതെങ്കിൽ തലേ ദിവസം തന്നെ ക്ഷേത്രത്തിലെ ദിവസത്തിൽ അറിയിക്കുകയും അതിനുവേണ്ടി മാത്രം നേരത്തെ ഷീട്ടാക്കുകയും ചെയ്യണം. ഗുരുവായൂരപ്പൻ്റെ ഭക്തർ അവർക്ക് ഭഗവാനോടുള്ള സ്നേഹബന്ധത്തിൻ്റെയോ ഇഷ്ടത്തിൻ്റെയോ ഭാഗമായി നാണയം, നോട്ടുകൾ, നോട്ട് ബുക്കുകൾ, പുല്ല്, പൂവ്, കാർഷിക വിളകൾ എന്നിങ്ങനെ പലതും കൊണ്ടുവന്ന് തുലാഭാരം നടത്താറുണ്ട്. ഇതിൽ ക്ഷേത്രത്തിനുള്ളിൽ കയറ്റാൻ പറ്റാത്തവ പുറത്ത് കിഴക്കേ നടപ്പുരയിലാണ് നടത്തുന്നത്. ആയിരക്കണക്കിന് സാധനങ്ങൾ തുലാഭാരത്തിന് ഉപയോഗിക്കുമെങ്കിലും ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ ഏറ്റവും ഇഷ്ടം ഗുരുവായൂരപ്പന് വെണ്ണ, തീർത്ഥം, അവില്, നേന്ത്രപ്പഴം, കദളിപ്പഴം എന്നിവയൊക്കെയാണ്. അപ്പോൾ ഭഗവാന് വേണ്ടി നമ്മൾ ഈ ഒരു തുലാഭാരം നടത്തുമ്പോൾ ഏറ്റവും ഭംഗിയോടുകൂടി സന്തോഷത്തോടെയും ചെയ്യുന്നത് അത്രയേറെ ഫലവത്താണ്.